ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ഡേ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് നമുക്ക് 4 ബ്രൈഡ്സ് ആണ് ടോട്ടൽ ഉള്ളത്. ഇതുവരെ ആരും എത്തിയിട്ടില്ല. ഇപ്പോൾ എത്തുമായിരിക്കും ഓരോരുത്തരായിട്ട്. ഇപ്പം മണി 3 കണ്ടോ, 3 മണിയായി ഞാൻ സലൂൺ എത്തിയപ്പോൾ. ഇതുവരെ ആരും ഇവിടെ എത്തിയിട്ടില്ല. ആരെങ്കിലുമൊക്കെ വരും, നോക്കാം. അപ്പോൾ ഇന്ന് 4 ബ്രൈഡ്സ് ടോട്ടലുണ്ട്. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അവർ വന്നിട്ട് നമുക്ക് കാണാം. അപ്പോൾ എനിക്ക് പെട്ടിയൊക്കെ ഓപ്പൺ ആക്കി ഇവിടെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. അപ്പോഴത്തേക്ക് നമ്മുടെ ബാക്കി ടീം എല്ലാവരോടും വരും. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ബ്രൈഡ്സിൻ്റെ സംഭവ സാമഗ്രികളാണ് കേട്ടോ. ഇന്ന് നമുക്ക് 4 ഹിന്ദു ബ്രൈഡ്സ് ആണുള്ളത്. കണ്ടോ, നാലും 4 വേണീസാണ് കേട്ടോ. ഒന്ന് പ്ലെയിൻ റെഡ് റോസ്, ഒന്ന് റെഡ് റോസിൽ തന്നെ ജിപ്സോ മിക്സ് ആയിട്ടുള്ളത്, പിന്നെ ഒന്നൊരു യെല്ലോയും പിങ്കും മിക്സ് ആയിട്ടുള്ളൊരു റോസിൻ്റെ വേണിയാണ്. പിന്നെ ഇതാ ഇത് നല്ല ഭംഗിയുണ്ടല്ലേ. 4 പേരെയും 4 കളർ സാരിയാന്ന് തോന്നുന്നു ഈ വേണീസ് കണ്ടിട്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് അവർ വന്നിട്ട് കാണാം. ഇതുവരെ ആരും വന്നില്ല. ഞാനിവിടെ ഒറ്റയ്ക്ക് പോസ്റ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ വരും, നമുക്ക് നോക്കാം. എൻ്റെ ഡ്രസ്സ് എങ്ങനെ എടുക്കാം? നല്ല റെഡ് ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ആരെങ്കിലും വന്നിരുന്നെങ്കിൽ മിണ്ടാനും പറയാനൊക്കെ ആരും ഉണ്ടായിരുന്നേനെ. അപ്പോൾ എന്തായാലും നമുക്ക് പാട്ടിടാം. ഞാനിങ്ങനെ ഒഴിവുവേളകൾ ആനന്ദകരമാക്കുന്നത് പാട്ടൊക്കെ ഇട്ടിട്ടാണ്. ഇതുവരെ ബ്രൈഡ്സ് ആരും വന്നിട്ടില്ല. സോ നമുക്ക് പാട്ടിടാം. അങ്ങനെ ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ 3 മണിയായപ്പോൾ ഞാൻ സലൂൺ എത്തി. ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നൈസായിട്ട് പാട്ടൊക്കെ ഇട്ട് ചെറിയ സോങ്ങൊക്കെ കേട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതി. അങ്ങനെ ഞാൻ പാട്ടൊക്കെ ഇട്ടുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഒരു ബ്രൈഡ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫസ്റ്റ് ബ്രൈഡ് 3 മണിക്ക് വരാമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ബ്രൈഡ് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബ്രൈഡ് വന്നു. പിന്നെ ഞാൻ അതിന് സാരിയൊക്കെ ആയിട്ട് ഞാൻ അതിൻ്റെ പുറകെ അങ്ങ് പോയി. രാവിലത്തെ അവസ്ഥ കണ്ടില്ലേ, മൈഗ്രെയിനൊക്കെ ആയിട്ട് പാവം തലയൊക്കെ കെട്ടി വെച്ചിട്ട് നിന്നാണ് മേക്കപ്പ് ചെയ്യുന്നത്. പാവം മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെയൊക്കെ ഒരു അവസ്ഥ നിങ്ങൾ കാണുന്നില്ലേ ഗൈസ്. അപ്പോൾ എനിക്കിന്ന് സാരിയുടെ ഡ്യൂട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ സാരിയായിട്ട് മേളിൽ പോയി. പിന്നെ അതിൻ്റെ പുറകെയായിരുന്നു, അത് സെറ്റ് ചെയ്തൊക്കെ വെക്കലായിരുന്നു എൻ്റെ പണി. അപ്പോൾ ഫസ്റ്റ് ബ്രൈഡിൻ്റെ സാരി ഇതായിരുന്നു കേട്ടോ. ഒരു ഗോൾഡൻ റെഡ് മിക്സ് ആയിട്ട് വരുന്നൊരു ഷെയ്ഡായിരുന്നു. അതിനകത്തിൽ കുറേ വർക്ക് ഉണ്ടായിരുന്നു. നല്ലൊരു സാരിയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാനത് ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്താണ് ആ സാരി ചെയ്തത്. ഫ്ലഫി പ്ലീറ്റ്സ് ആണ് ചെയ്തിട്ടുള്ളത്. അടിപൊളിയായിട്ട് സാരി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓർണമെൻറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ബ്രൈഡൽ ലുക്ക് ഇതാണ് കേട്ടോ. അതിൻ്റെയും ഫൈനൽ ലുക്ക് എൻ്റെ കയ്യിലില്ല. ഫേസ് കഴിഞ്ഞു, സാരിയും കഴിഞ്ഞു. പിന്നെ ഇനി അതിന് ഹെയർ ഉണ്ട്. പക്ഷേ ഹെയർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ എൻ്റെ കയ്യിലില്ല. നല്ല തിരക്കുള്ള ദിവസമായിരുന്നു, അതുകൊണ്ട് എല്ലാം ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത് നമ്മുടെ സെക്കൻഡ് ബ്രൈഡിൻ്റെ സാരിയാണ് കേട്ടോ. ഒരു പിങ്ക് ഷെയ്ഡ് വരുന്നത്, പിങ്കും കോപ്പറൂടെ മിക്സ് ആയിട്ട് വരുന്ന നല്ലൊരു ഷെയ്ഡായിട്ടുള്ളൊരു സാരിയായിരുന്നു കേട്ടോ. കുറച്ചൊരു വെറൈറ്റി ആയിട്ടുള്ള സാരിയായിരുന്നു അത്. ഈ സാരിയുടെ ബ്ലൗസിൻ്റെ കൈ ആണെങ്കിലും നല്ല രസമായിരുന്നു കേട്ടോ. നല്ലൊരു പഫ് സ്ലീവ്സ് ഒക്കെ കൊടുത്തിട്ടായിരുന്നു. ആൻഡ് ഇതാണ് ഞാൻ സാരി സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ ബ്രൈഡ് വന്നു. ഞാൻ പിന്നെ അതിനെ പെട്ടെന്ന് സാരി ഉടുപ്പിച്ചു, എല്ലാം സെറ്റാക്കി. ആൻഡ് ഇതിൻ്റെ ഫൈനൽ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഇതിൻ്റെ സാരി ചേഞ്ചിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. സോ ഇതിൻ്റെ താലി ഇട്ടുന്നതും എല്ലാം എൻ്റെ കയ്യിലുണ്ട്. അതെല്ലാം ഞാനിത് ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. ഫൈനൽ വീഡിയോയിൽ ഞാനിതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ഫേസ് കഴിഞ്ഞു, ഹെയർ കഴിഞ്ഞു, സാരി കഴിഞ്ഞു. ഇനി ഇതിനെ ഓർണമെൻറ്റ്സ് സെറ്റ് ചെയ്യണം, അതും കൂടി ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇതാണ് സാരി ഡ്രേപ്പിങ്ങിൻ്റെ ഫൈനൽ വീഡിയോ എന്ന് പറഞ്ഞാൽ. നല്ല രസമില്ലേ, നല്ലൊരു ഷെയ്ഡായിരുന്നു സാരിക്ക്. നല്ല ഒരു പ്രത്യേക ഭംഗിയുള്ളൊരു സാരിയായിരുന്നു. എപ്പോഴും കാണാത്ത കൈൻഡ് ഓഫ് ഒരു സാരി. കൈയാണെങ്കിലും നല്ല പഫ് സ്ലീവ്സൊക്കെ കൊടുത്തിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാരിയായിരുന്നു കേട്ടോ ഇത്. എപ്പോഴും അങ്ങനെ കാണാത്തൊരു കളർ സാരി. ആൻഡ് ഫേസ് ആണെങ്കിലും ഹെയർ ആണെങ്കിലും എല്ലാം അതിന് സ്യൂട്ടാവുന്ന പോലെ തന്നെ നമ്മുടെ ചുന്ദരി ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ബ്രൈഡിൻ്റെ ഫൈനൽ കഴിഞ്ഞു. ആ ബ്രൈഡും പോകാൻ റെഡിയായി നിൽക്കുകയാണ്. അതിൻ്റെ ഫോട്ടോഗ്രാഫറൊക്കെ വന്നു. കണ്ടില്ലേ, ഭയങ്കര തിരക്കുള്ളൊരു ദിവസമായിരുന്നു. സലൂൺ നിറയെ ആളായിരുന്നു. എല്ലാവരും വർക്കിലാണ്. അതിനിടയ്ക്ക് സാറും വന്നു. സാറിന് ഔട്ട്ഡോർ വേറെ ബ്രൈഡ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് സാർ ഇവിടെ വന്ന് ഈ ബ്രൈഡിനെയും ചെയ്തു. അങ്ങനെ ടോട്ടൽ എല്ലാവരും ബിസി ആയിരുന്നു. കാര്യം മാം നന്നായിട്ട് ടയേർഡായിട്ടുണ്ടായിരുന്നു. മൈഗ്രെയിനായിട്ട് പുള്ളിക്കാരി ഭയങ്കരമായിട്ട് സീനായി പോയായിരുന്നു.
അങ്ങനെ അത് കഴിഞ്ഞു. നമ്മുടെ അടുത്ത ബ്രൈഡിൻ്റെ സാരിയാണ് കേട്ടോ ഇത് വന്നിട്ടൊരു പേസ്റ്റൽ പീച്ച് ഷെയ്ഡ് ഓഫ് കളറായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര സട്ടിലായിട്ടുള്ളൊരു കളറാണ്, പക്ഷേ ഭയങ്കര രസമായിരുന്നു കേട്ടോ അതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഭയങ്കര ഫോക്കസ് ആയിട്ടാണ് ആ ബ്രൈഡ് ഓരോ സാധനങ്ങളും, അതിൻ്റെ ഓർണമെൻറ്റ്സ് ആണെങ്കിലും ഹിപ്പ് ചെയിൻ ആണെങ്കിലും എല്ലാം സ്വന്തമായിട്ട് തന്നെ ചൂസ് ചെയ്ത് ചെയ്തതായിരുന്നു. പക്ഷെ അതിൻ്റെ ഫൈനൽ വീഡിയോ എൻ്റെ കയ്യിലില്ല. അങ്ങനെ കുറേ ഫൈനൽ വീഡിയോസ് മിസ്സായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഡ്രേപ്പിങ് കഴിഞ്ഞിട്ടുള്ള വീഡിയോ. ഇതിനും ഞാനൊരു ഫ്ലഫി പ്ലീറ്റ്സ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഭയങ്കര ഹെവി ആയിരുന്നു കേട്ടോ ഈ സാരി, ഭയങ്കര കട്ടിയായിരുന്നു പിടിക്കാൻ തന്നെ. നല്ല ഹെവി ആയിട്ടുള്ളൊരു സാരി ആയിരുന്നു. അങ്ങനെ അതിൻ്റെ ഡ്രിപ്പിങ്ങും കഴിഞ്ഞു. ഞാൻ പറഞ്ഞ ഹിപ്പ് ചെയിൻ ഇതാട്ടോ, ഇത് സ്വന്തമായിട്ട് ആ ബ്രൈഡ് കൊണ്ടുവന്ന ഹിപ്പ് ചെയിൻ ആട്ടോ, നമ്മൾ കൊടുത്ത ഹിപ്പ് ചെയിൻ അല്ല. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു. അത് ടോട്ടലി അതിൻ്റെ സ്ലീവിൻ്റെ വർക്കുമായിട്ടും ഒക്കെ സ്യൂട്ടാവുന്ന രീതിയിൽ വൈറ്റ് പേൾസ് ഒക്കെ കൊടുത്തിട്ടാണ് എല്ലാം കംപ്ലീറ്റ് ഓർണമെൻറ്റ്സ് ആണെങ്കിലും ബ്ലൗസ് ഡിസൈൻ ആണെങ്കിലും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ 4 ബ്രൈഡ്സ് ആയിരുന്നു. ഇതാണ് നമ്മുടെ 4 ബ്രൈഡ്സിൻ്റെയും സാരീസ്. സത്യം പറഞ്ഞാൽ ഈ 4 ബ്രൈഡ്സിൻ്റെയും കംപ്ലീറ്റ് വീഡിയോ എൻ്റെ കയ്യിലില്ല. ആ റെഡ് സാരിയുടെ ഒന്നും എൻ്റെ കയ്യിലില്ല, ഒരു വീഡിയോ പോലും എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. കാര്യം തിരക്കായിരുന്നു, അതുകൊണ്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആദ്യം ആ ബ്രൈഡിനെയാണ് സാരി ഉടുപ്പിച്ച് വിട്ടത്, അതുകൊണ്ട് പറ്റിയില്ല. പിന്നെ ഇതേ ഞാൻ പറഞ്ഞില്ലേ താലി കിട്ടുന്ന വീഡിയോ ഉണ്ടെന്ന്, ഇതാണ് കേട്ടോ ആ ബ്രൈഡിൻ്റെ പേര് ഞാൻ മറന്നുപോയി. റാന്നിയിലായിരുന്നു അതിൻ്റെ കല്യാണം. അതിൻ്റെ സാരി ചേഞ്ച് റാന്നിയിലായിരുന്നു. ഞാൻ അങ്ങനെ മേക്കപ്പ് കഴിഞ്ഞ് റാന്നി പോയാണ് അതിൻ്റെ സെക്കൻഡ് സാരിയൊക്കെ ചെയ്തത്. ഇതാണ് ബ്രൈഡും ഗ്രൂമും. അങ്ങനെ സെക്കൻഡ് സാരി കിട്ടി. ഞാൻ അതും അയൺ ചെയ്തെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെയും ഡ്രിപ്പിംഗ് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിന് 2 മണിയായപ്പോൾ ബ്രൈഡിന് ഇറങ്ങണമായിരുന്നു അവിടെ നിന്ന്, അതുകൊണ്ട് എനിക്ക് ഫൈനൽ വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ.